എനിക്കറിയില്ല ഈ പ്രശ്നം എൻ്റെ കൂട്ടുകാരോട് എങ്ങനെ പറയണമെന്ന്. പറഞ്ഞാൽ അവർക്ക് ഷോക്കാവാതെ നോക്കേണ്ടത് സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ കടമയല്ലേ. ഇനി അവർക്ക് ഷോക്കായില്ലെങ്കിൽ എനിക്ക് ഷോക്കാവൂലേ? ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. എന്നിട്ട് ഒരുത്തനും ചോദിക്കുന്നില്ല നീ എവിടെയായിരുന്നു. എവിടെ കൊറേ അല്ല കണ്ടിട്ട് എന്റെ അച്ഛനെ. സ്വന്തം തന്നെയല്ലേ, അസുഖമൊന്നുമില്ലല്ലോ. അച്ഛൻ എടാ ഒരു പ്രശ്നമില്ലടാ. എന്താ പ്രശ്നം? കൗണ്ട് കുറവാടാ, ആകെ പ്രശ്നത്തില്ല. അച്ഛനോ? എടാ അച്ഛനല്ലേ എനിക്ക്. അതല്ലേ ഒരാഴ്ചയും കൂടി വരാണെന്ന്. ഇന്നലെ കൂടെ, ഇന്നലെയല്ല 4 ദിവസം മുമ്പ് നീ ഇവിടെ വന്നല്ലേ? 4 അല്ല 5. ഒരാഴ്ച നീ പറയണ്ട, ഒരാഴ്ചയൊക്കെ എന്നെ കാണാതെ അറ്റ്ലീസ്റ്റ് നമ്മൾ ചോദിക്കൂലേ? 4. ഇവരെന്താ പറഞ്ഞ 5 ആണ്? ഞാൻ സമ്മതിക്കൂല. 4. നിങ്ങൾ ഏതെങ്കിലും എടാ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നോ. കൗണ്ട് കുറവുള്ളവനാടാ ഞാൻ. സത്യമായിട്ടും എന്നെ കണ്ടാ തോന്നുന്നു. ഞാനെങ്ങനെ ഇപ്പൊ ജീവിക്കുക ഒരു പിടുത്തോന്നും. നിങ്ങളെ വീട്ടിൽ കൗണ്ടൊക്കെ അത്ര വലിയ പ്രശ്നമാണോ? വല്ലാത്തൊരു വീട്. കൗണ്ട് എന്ന് പറഞ്ഞാൽ നെഞ്ചത്തല്ലട നോക്കുക. യു മീൻ കുട്ടികളുണ്ടാവാനുള്ള? ഞാൻ കരുതി ഇവൻ ചാവാൻ പോകുന്നു. വെറുതെ അനാവശ്യമായിട്ട് ഇമോഷൻസ് ഇട്ടു. ഞാൻ എൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യം കാക്ക ഇറങ്ങി തിരിച്ചിട്ട് എൻ്റെ അച്ഛന് 12 കുട്ടികളാടാ. 12 കുട്ടികൾ. അത് കൗണ്ട് ലേശം കൂടുതലല്ലേ മോനെ? അത് ലേശം കൂടുതലാണ്. അച്ഛൻ്റെ പ്ലാനിങ് ഒന്ന് പളിയതാ. അതുകൊണ്ട് ഞാൻ ഉണ്ടായി. അല്ല അറ്റ്ലീസ്റ്റ് 2 കൗണ്ടെങ്കിലും, അല്ല 2 കുട്ടികളെങ്കിലും വേണ്ടേ? വാടാ എനിക്ക് ടെസ്റ്റ് ചെയ്യണടാ. ടെസ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെയാണ് പറയുന്നത്. എടാ എനിക്ക് കൗണ്ട് കുറവാനുള്ള കാര്യം ഡോക്ടർ ആദ്യം പറഞ്ഞ അവളോടാ. അതോന്നെ മനസ്സമാധാനം പോയടാ. ഏതെങ്കിലും ഡോക്ടർമാർ ഭാര്യയോട് സ്വന്തം ഭർത്താവിന്റെ കഴിവിനെ കുറിച്ച് പറയോ? ആദ്യം നമുക്ക് അയാളുടെ കൗണ്ടിലിട്ട് കൊടുക്കണം. അത് ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല. അതല്ലടാ പ്രശ്നം. ലാബ് ഇപ്പൊ ഇതെടുത്ത് കൊടുക്കണ്ടേ? ഇതോ? ഇതല്ല അത് കൊടുക്കണം. ഇപ്പൊ ഇത്ര ആളെ വിളിച്ചെടുത്ത് കൊടുക്കുക. അയ്യേ, ആളുകളുടെ മുന്നിൽ വെച്ചൊന്നാവില്ല. അതിനുള്ള സ്ഥലമൊക്കെ കാണും. പിന്നെ ഒരു മാഗസീനൊക്കെ തരും. സ്ഥിരമായിട്ട് എടുക്കുന്നതല്ലേ? സ്ഥിരമായിട്ടൊന്നും ഇല്ല. അതുപോലെയാണത്. ആ റിസപ്ഷനിൽ പെണ്ണുണ്ടല്ലോ, ആളുകളെ കാണുമ്പോൾ പ്രത്യേക ഒരു ചിരിയാ. അത് കാണുമ്പോ സഹിച്ചൂടാ. അത് ശരിയാ. ആ ചിരി കണ്ട ബ്ലഡ് വരെ എടുത്തു കൊടുക്കാൻ തോന്നില്ല. പിന്നല്ലേ ഇത്. അവരെന്തിനാവും ഇങ്ങനെ ചിരിക്കുന്നത്? അവരെന്ത് കണ്ടിട്ടാ? അതെന്തിനായിരിക്കും? ജീവിതം നമ്മളെ പരാജയപ്പെടുത്തണം. നല്ല പാനും ഷർട്ടും അതിനുള്ളിൽ നല്ല ഷെഡിട്ട് തന്നിട്ട് കാര്യമില്ല. ജീവിതം നമ്മളെ വാശി പിടിച്ച് പരാജയപ്പെടുത്തും. അതിന് ആവണി ലേബൽ തന്നെ പോകണമെന്നില്ലല്ലോ. അവിടെ തന്നെ പോടാ. അവിടെ കയറി കൃത്യം. കൗണ്ട് അങ്ങനെ മാറിയണ്ടല്ലോ. മാറിയാലെന്തോ? മാറിയാലൊന്നുമില്ല. കൗണ്ടാണ് മാറുന്നത്. നിന്റെ കൗണ്ട് കാര്യം നിനക്ക് സഹിക്കോ? സഹിക്കോന്നല്ല, സഹിക്കോ? എനിക്കൊരു പ്രശ്നമില്ല. എന്റെ ഭാര്യ ഈ സിസ്റ്റം ഒക്കെ മാറേണ്ട സമയമായി. ഇതൊക്കെ ബ്ലഡ് കുത്തിയെടുക്കുന്നില്ല. കുത്തിയെടുക്കണ്ടേ? എവിടെ കുത്തിയെടുക്കാനാ? എന്റെ അറിവിലൊരാൾ ഇവിടെ വീട്ടിൽ വന്ന് സാധനം എടുക്കും. സാധനം എടുക്കണ്ട, ഞാൻ കൊടുത്തോളും. എന്നിട്ട് ലാബിൽ പോയി കൊണ്ടു കൊടുക്കും. ആംബുലൻസിലാണ് കൊണ്ടുപോവുക. സൈറനും ലൈറ്റൊക്കെ ഇട്ടിട്ട്. അതെന്തിനാ? അതല്ലാതെ അവിടെ എത്തുമ്പോഴേക്കും കുട്ടി ചത്തുപോയി. അത് ശരിയാ, കുട്ടി ചാടുന്നു. പക്ഷെ ആംബുലൻസ് വീട്ടിൽ വരൂലേ? അത് വേണ്ടി വരും. അയ്യോ, അപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയൂലേ? അതിനിപ്പോ എന്താ, ആംബുലൻസിൽ കുഞ്ഞു കുട്ടികളല്ലേ കൊണ്ടുപോവുക. ആരും അറിയാതിരിക്കാനുള്ള വഴി എനിക്ക് വേണ്ടേ, അല്ലാണ്ട് എല്ലാരും അറിയിക്കാനുള്ള വഴിയല്ല. എടാ ഒരു ഐഡിയ ഉണ്ട്. നമ്മളെല്ലാരും കൂടി ലാബ് പോകുന്നു. അല്ല വേണ്ട, നിങ്ങളെല്ലാരും കൂടി ലാബ് പോകുന്നു. അപ്പൊ നീ ഇല്ലേ? അല്ല, എനിക്ക് ഭാര്യ വിട്ട് പോകണ്ട. അതെന്തിനാ? എന്ത് ഭാര്യ വിട്ട് പോകുന്നു? അതല്ലടോ, ലാബിൽ ഒരുമിച്ച് പോകുന്നത്. എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി എഴുന്നേറ്റും. അല്ല, നിങ്ങളെല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കുന്നു. അതെന്തിനാ? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവന്റെ കൗണ്ട് ചെക്ക് ചെയ്യാണെന്നുള്ളത് ആരും അറിയാൻ പാടില്ലല്ലോ. അതെന്തിനാ? എടാ അതെന്തിനാണ് എത്ര വട്ടം ഒരു സീനിൽ തന്നെ ചോദിക്കുന്നത്? എനക്കെന്നെ കണ്ടാൽ ബോറടിക്കൂലേ? ഓക്കെ. എന്നിട്ട് പേര് വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോകുന്നു. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? കറക്റ്റ്. നിങ്ങളെ നാളെ കയ്യിൽ ഷെയ്ൻസ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് എന്തോ സിംബോളിക് ആണെന്ന് തോന്നുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ, തൽക്കാലത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ബ്ലഡ് എടുത്ത് എനിക്ക് തരാറും. അതെ, നീ കൊടുക്കണ്ട, ഇവ കൊടുത്തോട്ടെ. എന്നിട്ട് വേണം റിസൾട്ട് വരുമ്പോൾ എനിക്ക് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് എൻ്റെ ഉള്ള മനസ്സമാധാനം കൂടെ പോയി. മനസ്സിലായ എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ഇതിലാരാ റിജിൽ? ഇതിൽ റിജിൽ ആരാണെന്നാ ചോദിച്ചത്? അത് നിങ്ങൾ അറിയണ്ട. അതിനാണ് ഞങ്ങൾ 3 പേരും വന്നത്. എനിക്കറിയണം. എനിക്ക് ആകെ ഈ ജോലി കിട്ടുന്ന സുഖം അതൊക്കെയാ. അല്ലാതെ നിങ്ങളുടെ കഫവും മല മൂത്രമൊക്കെ എടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ശമ്പളം കിട്ടുന്നില്ലേ?
പിന്നല്ലാതെ അതങ്ങ് ഇല്ലാണ്ടാക്കട്ടെ. എങ്ങനെ? ഈ പറഞ്ഞ അനുഭവ സുഖത്തിന്റെ കാര്യം മാനേജ്മെന്റിനോട് പറയട്ടെ. വേണ്ട, ഇതിൽ ആരായാലും എനിക്കെന്താ, സാമ്പിൾ കിട്ടിയ പോരെ. പശു വെളുത്തതോ കറുത്തതെന്നല്ലല്ലോ വിഷയം, പാല് തരുന്നുണ്ടോ നോക്കിയാ പോരെ. ഇത് പോഷ് ഉദാഹരണോട് പറയുന്നത്. അതൊരു പെണ്ണിനോട്. ഓശോ, പിന്നെ വേറെ പറയണം. പശുക്കളി വരൂ, പോയി കറന്നു വരൂ. ഇത് നിറച്ചു വേണോ? മത്സരിക്കണമെന്നില്ല, പറ്റുന്നത്ര. നമ്മളിൽ ആരാണ് കയറാൻ പോകുന്നത് അവൾക്ക് മനസ്സിലാകരുത്. അവൾ നോക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ നോക്കാൻ വേണ്ടിയാ. സമയം കളയണ്ട. ഞാനെന്തിനാ പറഞ്ഞ് മനസ്സിലാക്കണം, അവരോട് കയറ്. അവളെ വരുന്നു. നിനക്ക് സമാധാനായില്ലേ? ആ നേഴ്സ് വിളിച്ചിരുന്നു. എന്തിന്? എന്താണെന്നറിയില്ല, റിസൾട്ട് തരാനാവും. റിസൾട്ട് മെസ്സേജ് എന്നാ പോരെ? അതൊന്നും അറിയില്ല, നമ്മളെ 3 പേരെയും കാണുന്ന പറഞ്ഞു. ഞാനപ്പ എന്നോട് പറഞ്ഞത് ഡെപ്പ് നിറച്ച് കൊടുക്കണം. ഇപ്പൊ സമാധാനായിട്ട്. ചിലപ്പോ നമ്മൾ 3 പേര് കൂടി നിറച്ചാന്ന് ധരിച്ചു കാണും. അങ്ങനെ ധരിക്കാൻ പാടില്ലല്ലോ, ആ ധാരണ തിരുത്തണം. വേണം. വരൂ. ഇരിക്കും. ആരാണ് റിജുൽ? അവൻ ജീവനോടുണ്ടോ? ഞാനാണ്. ശരിക്കും ഞാനാണ് ചേച്ചി. ആരായാലും വേണ്ടില്ല, അവനോട് ചത്തോളം പറയും. അവൻ ഫ്രൂട്ട്ലെസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അവൻ കൗണ്ട്ലെസ് ആണ്, ഇഡിയറ്റാണ്, ഇഡിയോട്ടിക്കാണ്. എടാ മണ്ട, അവന് കുട്ടികളുണ്ടാവില്ല. അപ്പൊ എന്റെ വീട്ടിൽ 3 കുട്ടികളോ? സീരിയസ് ആയിട്ടാണോ പറയുന്നത് സിസ്റ്റർ? അല്ല പിന്നെ തമാശ പറയാം. ഒന്ന് സൂക്ഷിച്ചു നോക്ക് ചേച്ചി. നോക്കാം. ആരെയാ നോക്കേണ്ടത്? നിന്നെയാണോ? എടാ സയന്റിഫിക് ആ റിസൾട്ട്, സയൻസ് കള്ളം പറയില്ല. എന്റെ വയസ്സും സയൻസ് ഗ്രൂപ്പ് അല്ലായിരുന്നു, അതുകൊണ്ട് അവൾക്കൊന്നും തെറ്റിപ്പറ്റിക്കളില്ല. അറിയില്ലടാ, ഞാൻ എന്റെ മക്കളെ മൊത്തം എങ്ങനെ നോക്കൂടോ? ഞാൻ ആലോചിക്കുന്ന മക്കൾ എങ്ങനെ നിന്റെ മുഖത്ത് നോക്കും, ഭാര്യ എങ്ങനെ മുഖത്ത് നോക്കും? ഇവനെങ്ങനെ ഭാര്യ മുഖത്ത് നോക്കും? ഞാൻ എന്റെ മക്കളെ നോക്കി കളിക്കുന്ന നിനക്കിപ്പോ സമാധാനമില്ല. 3 കുട്ടികളുടെ അച്ഛൻ ഇമ്പട്ടാണ് നടക്കണം. അത് എന്റെ റിസൾട്ട് അല്ലല്ലോ, അതുകൊണ്ട് സമാധാനമുണ്ട്. അല്ലാണ്ടപ്പോ ഇനി ആ പദം നിങ്ങൾ വേറെ എവിടെ ഉച്ചരിക്കരുത്. ഏത് പദവും? നേരത്തെ പറഞ്ഞില്ലേ പൊട്ടൻ, ഞാനതാണെങ്കിലും നിങ്ങൾ അതിനത് പറയരുത്. 3 അല്ല 4. ഈ സത്യം നമ്മൾ 4 പേരും അല്ലാണ്ട് അഞ്ചാമതൊരാൾ അറിയില്ല. ഇത് നമ്മോട് കൂടെ മണ്ണിൽ അലിഞ്ഞ് ചീഞ്ഞ് നാറിപ്പോട്ടെ. അതെന്തിനാ അലിയുന്നത്? എന്നാലല്ലേ സ്മെല്ല് ഉണ്ടാവുള്ളൂ.